പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ തലശ്ശേരി രൂപതയിലെ ആദ്യ കുടിയേറ്റ കേന്ദ്രങ്ങൾ പേരാവൂരും പായട്ടുപറമ്പുമാണ്. ഈ രണ്ട് പ്രദേശങ്ങളിലേക്കും 1928 കുടിയേറ്റങ്ങൾ നടക്കുന്നത്. അന്ന് ദേവാലയമൊന്നും ഉണ്ടായിരുന്നില്ല. പായട്ടുപറമ്പില് തളിപ്പറമ്പിനടുത്ത് തൃച്ചംബരത്തു നിന്നുള്ള ലത്തീൻ വൈദികരൊന്നാണ് കുർബാന ചെല്ലാനും ആളുകൾക്ക് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തു. കോളയാടുന്ന് വന്നായിരുന്നു പേരാവൂര് കുർബാനയിൽ കൊണ്ടിരുന്നത്. രണ്ട് സ്ഥലത്ത് ദേവാലയങ്ങൾ ഉണ്ടായിട്ടില്ലായിരുന്ന ആ കാലത്ത് വീടുകൾ കേന്ദ്രീകരിച്ച് കുർബാന അർപ്പിച്ചു പോന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ കുറച്ചുകൂടി സംഘടിതമായിട്ട് ആദ്യമായി കുർബാന അർപ്പിക്കാൻ തുടങ്ങിയത് വായാട്ടുപറമ്പ് സെന്റ് ജോസഫ് പള്ളിയിലായിരുന്നു എന്നാണ് പാരമ്പര്യം പറയുന്നത്. ഈ വായാട്ടുപറമ്പ് ഇടവകയിൽ ഈ മാസം 17, 18, 19 തീയതികളായിട്ട് വിശുദ്ധ പിതാവിന്റെ തിരുനാളും കൂട്ടു നേർച്ചയും ആഘോഷമായി നടത്തപ്പെടുകയാണ്. കുടിയേറ്റക്കാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ പിതാവ്. കുടിയേറ്റ ജനതയുടെ പ്രഥമ പിതാവായിരുന്ന അഭിവന്യ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ് വിശുദ്ധ പിതാവിനെയാണ് എല്ലാ കാലത്തും കൂട്ടുപിടിച്ചിരുന്നത്. രൂപതയുടെ വളർച്ച തന്നെ യേശുപിതാവിന്റെ മാധ്യസ്ഥം കൊണ്ടാണെന്ന് പിതാവ് സ്വന്തം ജീവിതത്തിലൂടെ പലപ്പോഴും സാക്ഷ്യപ്പെടുത്തിയുള്ള ഓർക്കയാണ്. ഈ യേശുപിതാവിന്റെ നാമത്തിലാണ് പായട്ടുപറമ്പിലെ ഇടവക ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കാലാകാലങ്ങളിലായിട്ട് നല്ലൊരു വിശ്വാസ സമൂഹം അവിടെ വളർന്നു വന്നതും യേശുവിന്റെ പ്രത്യേകമായ മധ്യസ്ഥയിലാണ്. ഈ ദിവസങ്ങളിൽ യേശുപിതാവിന്റെ തിരുനാളും കൂട്ടുനേർച്ചയൊക്കെ വിപുലമായ രീതിയിൽ നടക്കുമ്പോൾ ഈ തിരുനാളിലെല്ലാ ആശംസകളും നേരുന്നു. ഈ തിരുനാൾ ദിവസങ്ങൾ വായട്ടുപറമ്പിലെ ഇടവക സമൂഹത്തിനും ചുറ്റുപാടുള്ള പ്രദേശത്തിനും ദൈവാനുഗ്രഹത്തിനും ദിവസങ്ങളായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇപ്പോൾ പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണം തകൃതിയായി നടക്കുമ്പോൾ വിശുദ്ധ ധാരാളമായ കൃപ ദേവാലയ നിർമ്മാണത്തിനും ഇടവയ്ക്കും ഉണ്ടാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കണം. 19-ാം തീയതി യേശുപിതാവിന്റെ തിരുനാളിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം. യേശുപിതാവിന്റെ മാധ്യസ്ഥ നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി വായട്ടുപറമ്പ് ഇടവയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇടവക്കാർക്കും ആ തിരുനാൾ പങ്കെടുക്കാൻ വരുന്ന എല്ലാവർക്കും ധാരാളമായ ദൈവാനുഗ്രഹം വിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.